ഹലോ, നമ്മൾ ഏകദേശം ഒരു 2 വർഷത്തോളമായി ഒരു വീഡിയോ ചെയ്തിട്ട് അതിന് കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടത് 2024 ഓണം റിലീസുകളായിരുന്നു. കിഷ്കിന്ധാകാന്ഡം, ARM, പിന്നെ ഏറ്റവും അവസാനം ചെയ്തത് കൊണ്ടൽ. ഈ 3 വീഡിയോ റിവ്യൂസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നീട് റിവ്യൂ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. അതിന് കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. അത് പറയാനും വേണ്ടിയിട്ടും കൂടെയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ സെറ്റപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ടേ. വേറൊന്നുമല്ല, അപ്പുറത്തായിരുന്നു നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്, നേരെ തിരിച്ച് ഇപ്പുറത്തോട്ടാക്കി. അപ്പോൾ ആദ്യം എന്താണ് വീഡിയോ ചെയ്യാതിരുന്നത്? അച്ഛൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫോണിൻ്റെ ക്യാമറ ഒന്ന് അടിച്ചു പോയി. നമ്മൾ ഫോണിലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്, വീഡിയോസൊക്കെ എടുത്തിരുന്നത്. ഫോണിലെടുത്തിട്ട് ലാപ്പിൽ എഡിറ്റ് ചെയ്യും. അപ്പോൾ ഫോണിൽ ചെറുതായിട്ട് ഒന്ന് ഇഷ്യൂ വന്നിട്ട് ക്യാമറ അങ്ങ് ഫുൾ സെറ്റ് അടിച്ചു പോയി. ഇപ്പം എല്ലാം സെറ്റാക്കി ഓക്കെ ആക്കി കേട്ടോ. ഇനി തൊട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്തിടും. എനിക്ക് തോന്നുന്നു ആ കൊണ്ടലിന് ശേഷം നമ്മൾ പിന്നെ 2024 റിവ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല. 2025 ഏകദേശം 65 സിനിമകളോളം നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ടു. ഇത്രയും റിലീസുകളുടെ റിവ്യൂസ് ഒന്നും നമുക്ക് ചെയ്തിടാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര സങ്കടമുണ്ട്. കാരണം അതിൽ വളരെ എനിക്ക് ഗംഭീരമെന്ന് തോന്നിയ കുറേ അധികം സിനിമകളുണ്ടായിരുന്നു. അതിനെപ്പറ്റി വീഡിയോ ഒന്നും ചെയ്തിടാത്തതിൽ ഒരു സങ്കടമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇനിയും ഒത്തിരി റിലീസുണ്ട്. ഇനി ഓണം റിലീസുകൾ വരുന്നു. ജൂലൈയിൽ അധികം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, ജൂലൈയിൽ കുറവാണ്. ഓണം റിലീസുകൾ 5-8 പടങ്ങളോളം ഉണ്ട് ഓണം സമയത്തൊക്കെ. പിന്നെ പടങ്ങൾ കിടക്കുവാണല്ലോ, നമ്മൾ മാക്സിമം വീഡിയോസൊക്കെ ചെയ്തിടാം കേട്ടോ. കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും, എന്നാലും മാക്സിമം ചെയ്തിടാം. പിന്നെ വേറൊരു റീസൺ ഉണ്ട്, നല്ലൊരു റീസൺ ആയിരുന്നു. ഞാൻ 1-2 സിനിമകളിൽ തല കാണിച്ചു, ചെറുതായിട്ട് കേട്ടോ. വളരെ ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ട് കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. നല്ല ഒരു ആംബിയൻസ്, എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അസ്പയറിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി, മാക്സിമം യൂസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയൊക്കെയാണ് എന്താണ് റിവ്യൂ ചെയ്യാതിരുന്നതിൻ്റെ കുറച്ച് റീസൺസ് കേട്ടോ. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ എൻ്റെ 1-2 ഷോർട്ട് ഫിലിംസും പിന്നെ ചെറിയ വീഡിയോസും ഒക്കെ നിങ്ങൾ കണ്ടു കാണും. പിന്നെ വേറൊരു റീസെൻ്റ് ഒരു കോൺട്രവേഴ്സി ഇഷ്യൂ, അതും കൂടെ ഞാൻ ഇതിനിടെ പറയുവാണ്. അതായത് സിനിമ റിവ്യൂവേഴ്സ് പെയ്ഡ് ആണ്, അല്ലെങ്കിൽ പണം വാങ്ങിയിട്ടാണ് അവർ റിവ്യൂ ചെയ്യുന്നതെന്നൊക്കെയുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സിനിമ റിവ്യൂവേഴ്സ്, സിനിമ എന്ന് പറയുന്നൊരു മീഡിയം, അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഇപ്പം എനിക്കാണെങ്കിലും എൻ്റെ ലൈഫിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നതും എല്ലാം സിനിമ കൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ സിനിമ കാണുന്ന, എനിക്ക് ആ സിനിമയിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ലൈഫിൽ തന്നെ മാറ്റാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, പിന്നെ കുറേ അറിവുകൾ, ഇങ്ങനെ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു മീഡിയമാണ് സിനിമ. ആ സിനിമേനെ ഒരിക്കലും ഇത്തരത്തിൽ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് പൈസ വാങ്ങിയിട്ട് പെയ്ഡ് റിവ്യൂ ചെയ്യുന്നു, സിനിമയെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പണം വാങ്ങി നന്നായിട്ട് പറയുന്നു. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എല്ലാവരും ഇപ്പം ഒത്തിരി റിവ്യൂസ് നമുക്കുണ്ട്. ഷസാമുണ്ട്, അശ്വന്ത് കോക്കുണ്ട്, അല്ലെങ്കിൽ ഉണ്ണി വ്ലോഗ്സ് ഉണ്ട്, FRK ഉണ്ട്, തിരുവനന്തപുരം, സുധീഷ് പയ്യന്നൂർ, അങ്ങനെ ഒത്തിരി റീലോഡ് മീഡിയ, ഇങ്ങനെ കുറേ റിവ്യൂവേഴ്സ് നമുക്കുണ്ട്. ഇവരൊക്കെ സിനിമയോടുള്ള ഭയങ്കര ഇഷ്ടം കൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. സിനിമ കാണാൻ ഇഷ്ടമാണ്, അതിനെപ്പറ്റി സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഒരു ഇതിൽ മാത്രമാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഉറപ്പായിട്ടും നല്ല സിനിമകളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് തുയരാത്ത സിനിമകളെ ചാനൽസുകൾ വറുത്ത് കോരാറുമുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കലും പെയ്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എത്രത്തോളം ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട് ഒരു സിനിമയുടെ പുറകിൽ, അതൊരിക്കലും ഇത്തരത്തിൽ നശിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സിനിമകളെ വളരെ നന്നായിട്ട് ചെയ്യുക, വളരെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക. മോശം സിനിമകളൊന്നുമില്ല. ഓരോ സിനിമയും എനിക്ക് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ചിലപ്പം പ്രതീക്ഷയ്ക്കൊത്ത് ചെയ്യാത്ത സിനിമകളുണ്ടാവാം. അത്തരം സിനിമകൾ എവിടെയാണ് അവർക്ക് പാളിപ്പോയത്, അല്ലെങ്കിൽ എത്തരത്തിലാണ് അവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളൊരു ലെസണാണ് എനിക്കെപ്പോഴും. അതുകൊണ്ട് നമ്മുടെ ചാനലിലൊന്നും ഒരിക്കലും അത്തരത്തിൽ ഒരു സിനിമേനെ മോശമായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എനിക്ക് സിനിമ ഇത്രയും വർക്കായില്ല, ഇവിടെയൊക്കെ റെഡിയാക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി എന്ന് മാത്രമേ അങ്ങനത്തെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അതിനപ്പുറം ഒരു മോശമായിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിൽ ഒരിക്കലും പറയാൻ ശ്രമിച്ചിട്ടില്ല, ഒരിക്കലും അങ്ങനെ പറയത്തുമില്ല. എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, എനിക്ക് ഏറ്റവും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഇച്ചിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ കാണണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് സിനിമ കാണുന്നതും, അല്ലെങ്കിൽ സീരീസ് കുറവാണ്, സിനിമ കാണുന്നതും, സിനിമയെ പറ്റിയുള്ള ഇൻ്റർവ്യൂസൊക്കെ കാണുന്നതും. സിനിമയുടെ ഇൻ്റർവ്യൂസും കൂടുതൽ കാണും. കാരണം അവരുടെ ഒരു കഷ്ടപ്പാടുണ്ട്, എങ്ങനെയാണ് അവർ വന്ന ഒരു വഴി, എന്തൊക്കെയാണ് അവരവിടെ ചെയ്തതെന്നുള്ളത്, ഇതൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇതൊക്കെ നിങ്ങളോടും ഷെയർ ചെയ്യുക, ഞാൻ കണ്ട സിനിമകൾ നിങ്ങളോടും എൻ്റെ എക്സ്പീരിയൻസ് പറയുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കിതിൽ നിന്ന് 1 രൂപ പോലും നിലവിൽ ഇൻകം കിട്ടുന്നില്ല, 1 രൂപ പോലും ഇല്ല.
ഇഷ്ടം കൊണ്ട് മാത്രം ചെയ്യുന്ന, അതിനപ്പുറത്തേക്കൊരു സിനിമേനെ മോശമാക്കി ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ കാര്യം എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ ചെയ്തിടാത്തത് കൊണ്ടാണ്, ഇപ്പോൾ ഒരു 2 മാസത്തോളം ആ ഒരു ഇഷ്യൂ ഒക്കെ നടന്നിട്ട് വീഡിയോ ചെയ്തിടാത്തത് കൊണ്ടാണ് പിന്നെ പറയാതിരുന്നത്. ഇപ്പം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ആയതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുന്നേ ഉള്ളൂ. ഇനി തൊട്ട് നമ്മൾ മാക്സിമം അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്തിരുന്നതായിരിക്കും. എന്നെ കാണാഞ്ഞിട്ട്, അതായത് റിവ്യൂസ് ഒന്നും കാണാഞ്ഞിട്ട് 700 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ. അതിൽ നിന്നൊരു 2-3 പേരൊക്കെ എന്നോട് ചോദിച്ചു കേട്ടോ, എന്താ ഇപ്പോൾ വീഡിയോ ചെയ്തിരുന്നില്ലേ, നിൻ്റെ റിവ്യൂസൊക്കെ നല്ല രസം ഉണ്ടായിരുന്നടാ, നീ ചെയ്തിടാന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറഞ്ഞു കേട്ടോ. എൻ്റെ ഫാമിലി, അമ്മയൊക്കെ പറയുന്നത് നീ ചെയ്തിട്ട് എൻ്റെ ചേച്ചിയൊക്കെ പറയുക നീ അത് ചെയ്യാനൊക്കെ. ഞാൻ ഇടയ്ക്കല്ല, ഇനി അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തിടാം. ഇതൊരു ചെറിയ വീഡിയോ ആണ്, വളരെ പെട്ടെന്ന് തന്നെ തീർത്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇനി തൊട്ട് ബാക്ക് ടു ട്രാക്കിലോട്ടാവാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പം താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.